നടത്തി. ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ തന്നെ നിലനിർത്തുക, മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി ജനറൽ ആശുപത്രിക്കെതിരെ ആരോഗ്യമന്ത്രിയും CPM-ഉം നടത്തുന്ന നുണപ്രചാരണങ്ങളും ആശുപത്രിയോടുള്ള പിണറായി സർക്കാരിന്റെ വഞ്ചനയും അവഗണനയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് സമീപം ധർണ നടത്തിയത്. രാവിലെ 11 മുതൽ 5 മണി വരെ നീണ്ടു നിൽക്കുന്ന ധർണ അഡ്വക്കേറ്റ് UA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനറൽ ആശുപത്രി വിട്ടു നൽകണമെന്നും നഗരസഭ ഏറ്റെടുത്ത് പോരായ്മകളെല്ലാം നികത്തി മികച്ച സൗകര്യങ്ങളോടെ നടത്തുമെന്നും MLA പറഞ്ഞു. കേരളത്തിൽ ആരംഭിച്ചത് അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്രയോ ദൂരെയാണ്. അവിടെ ആരംഭിച്ച എല്ലാ മെഡിക്കൽ കോളേജിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് വികസിപ്പിക്കണം. അതിനുവേണ്ടി ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വന്നാഞ്ചേരി മുഹമ്മദ് അലിയുമൊക്കെ അടങ്ങുന്ന UDF നേതാക്കന്മാരടങ്ങുന്ന ഇവിടുത്തെ HMS, ഇവിടുത്തെ ഡെവലപ്മെന്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ഞങ്ങൾ ഇവിടത്തേക്കോട് ഞാനടക്കം മെമ്പർമാരൊക്കെ, പ്രത്യേകിച്ച് വല്ലാഞ്ചിറ മുഹമ്മദ് അലി, അദ്ദേഹം അവിടുത്തെ സ്ഥലമുടമകളുമായി സംസാരിച്ചു. ആ സ്ഥലം മുഴുവൻ നോക്കിക്കണ്ടു. എന്നിട്ട് 50 ഏക്കർ സ്ഥലം കണ്ടെത്തി. അതിൽ 25 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകാമെന്ന് ജില്ലാ കലക്ടർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ ഉടമകൾ എഴുതിക്കൊണ്ടു. അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ നിയമസഭയിൽ നിരന്തരമായി ആവശ്യപ്പെട്ടു. 25 ഏക്കർ സൗജന്യം എന്ന് പറയുമ്പോ അത് ഏത് ഗവൺമെന്റിന് ഏറ്റെടുക്കുകയില്ല. മാത്രമല്ല അത് പൊന്നും ഇല്ല എന്ന് പറയുന്ന വീട്ടിൽ കൂടെ അത്ര വലിയ വിലയില്ല. ഇവിടെ 5 ഏക്കർ ഉണ്ടല്ലോ ഏറ്റെടുക്കാൻ തീരുമാനിച്ച 5 ഏക്കർ, അത്രത്തോളം ഇല്ല, അതിന് വരികയില്ല. നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കബീർ നെല്ലിക്കുത്ത് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KKV മുഹമ്മദ് അലി, ട്രഷറർ സക്കീർ വല്ലാഞ്ചിറ, ഭാരവാഹികളായ AM സൈതലവി, മേച്ചേരി ഉണ്ണിമോയിൻ, KP ഉമ്മർ, സലീം മണ്ണിശ്ശേരി, ഹുസൈൻ പുല്ലഞ്ചേരി, അഡ്വക്കേറ്റ് UA അമീർ എന്നിവർ സംസാരിച്ചു.